മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെ നിയമസഭയിലും തള്ളി വിദ്യാഭ്യാസ മന്ത്രി. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ല. കഷ്ടപ്പെട്ട് പഠിച്ചാണ് കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിനു വേണ്ടി പറഞ്ഞതാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് താൻ പറഞ്ഞതെന്ന് മന്ത്രി സജി ചെറിയാൻ സഭയിൽ നിലപാട് അറിയിച്ചു. വീടിനടുത്തുള്ള ഒരു കുട്ടി വീട്ടിൽ വന്ന് തനിക്കൊരു അപേക്ഷ തന്നു. അതിൽ നിരവധി അക്ഷരത്തെറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വിഷമം തോന്നി. അതാണ് എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികളുണ്ടെന്ന് പ്രസംഗത്തിൽ പറയാൻ കാരണം. അത് മൊത്തത്തിൽ കേരളത്തിൽ പ്രശ്നമാക്കേണ്ടതില്ല. ഓൾ പാസ് UDF കാലത്തും ഇപ്പോഴുമുണ്ട്. അതിനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. സർ, അത് ആ ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെന്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ വല്ല ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറയുന്നൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റിയല്ല പറഞ്ഞു. UDFന്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDFന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് 99% 1% വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, പൊതുസമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. താൻ പറഞ്ഞ കാര്യത്തിൽ ചർച്ച നടക്കട്ടെ എന്നും ജനാധിപത്യ രാജ്യമല്ലേ എന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. Waytonikah.com, the exclusive Muslim matrimonial site.